ഇന്ന് ഈ സമയം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവപൈതലേ, ഒരു ദൈവത്തെ അറിയുന്ന, ദൈവത്തെ അടുത്ത് സ്നേഹിക്കുന്ന ഒരു ദൈവപൈതലിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി, ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് സ്വയം അവനെ മനസ്സിലാക്കി അവന്റെ കുറവുകളെ, അവന്റെ തെറ്റുകളെ സ്വയം സമ്മതിക്കുക എന്നുള്ളത് തന്നെയാണ്. 51 സങ്കീർത്തനത്തിനകത്ത് ദാവീദ് പറയുക, ദൈവമേ എന്നെ നീ ഒന്ന് ശുദ്ധീകരിക്കണം, ഒരു നിർമ്മലമായ ഹൃദയം എനിക്ക് തരണം. കാരണം ഞാൻ അശുദ്ധിയിൽ അകപ്പെട്ടു പോയി, ഞാൻ പാപം ചെയ്തു പോയി. സ്ഥിരമായ ഒരു ആത്മാവിനെ തന്ന് എന്നെ പുതുക്കണം, കാരണം എന്റെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു പോയി. എന്നാൽ ഏതൊരു ദൈവപൈതന്റെ ജീവിതത്തിൽ, യഥാർത്ഥ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനാണ് എന്ന് നിരൂപിക്കുന്നതും നിർണയിക്കുന്നതും നല്ലൊരു ഹൃദയത്തിന്റെ ഉടമയാണ് എന്ന് അവനെ വെളിപ്പെടുത്തുന്നതും, അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയാൽ ആ തെറ്റിനെ സമ്മതിക്കുക എന്നുള്ളത് തന്നെയാണ്. വിശുദ്ധ ജീവിതം നയിക്കുന്ന, വിശുദ്ധീകരണം ആഗ്രഹിക്കുന്ന, വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് താല്പര്യമുള്ള ഒരു മനുഷ്യൻ അവൻ ചെയ്യുന്ന പ്രാരംഭ വിഷയം ദൈവസന്നിധിയില് മനുഷ്യരുടെ മുൻപിൽ കുറ്റമറ്റ മനസാക്ഷിയോടുകൂടി ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. തന്റെ കുറവുകളെ, തന്റെ കുറ്റങ്ങളുടെ, തെറ്റുകളെ ഏറ്റുപറയും. എനിക്കിങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി, ആ തെറ്റിനെ സമ്മതിക്കുക എന്നുള്ളതാണ്.